ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 1 കിലോ തക്കാളി വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കി തരാം കേട്ടോ. അത് വിഭവം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ തക്കാളി ചട്നി എന്ന് പറയണോ, അതോ പിക്കിളെന്ന് പറയണോ, അതൊരു സൈഡ് ഡിഷ് എന്ന് പറയണോ, അതറിയില്ല. ഇതെല്ലാം ആണത്. എല്ലാമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. ഒരു പാത്രത്തിൽ തക്കാളി വെള്ളം വെച്ചിട്ട് നന്നായി വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഈ തക്കാളി മൊത്തമായിട്ട് അതിലിടുക. ഒരു 3 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് അടച്ചൊരു 10 മിനിറ്റ് വെച്ചു. പിന്നെ അത് ആറിയതിന് ശേഷം പീൽ ചെയ്തെടുത്തു എല്ലാ തക്കാളി. പിന്നെ അതിനെയൊക്കെ കട്ട് ചെയ്തിട്ട് മിക്സറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ 2 തവണയായിട്ടാണ് അത് ഗ്രൈൻഡ് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് അതിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. ഞാൻ ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത്. റെസിപ്പി എൻ്റേതല്ല, എൻ്റെ സിസ്റ്ററിനിലോ, അതായത് എൻ്റെ 2ാമത്തെ ബ്രദറിൻ്റെ വൈഫിൻ്റേതാണ് കേട്ടോ. ആ കുട്ടി വളർന്നതും പഠിച്ചതും ഒക്കെ നെയ്വേലി തമിഴ്നാട്ടിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തമിഴ്നാട്ടിലത്തെ ഒരു വിഭവമാണെന്നാണ്. ഇത് നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ, 1 മാസത്തിൽ കൂടുതൽ അത് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1 കിലോ തക്കാളി കൊണ്ട് ഉണ്ടാക്കി വെച്ച് നോക്കൂ, 1 മാസം പോയിട്ട് ഒരാഴ്ചയും കൂടി ഇരിക്കില്ല. അതിന് മുമ്പേ നമ്മളത് കഴിച്ചു കഴിഞ്ഞിരിക്കും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയോ ദോശയോ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെയും ഒക്കെ വേറെ എന്തൊക്കെ ചട്നിയോ കറിയോ ഒക്കെ ഉണ്ടെങ്കിലും അതെടുത്ത് ഉപയോഗിക്കും. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഉയരമുള്ളൊരു കുക്കർ തന്നെ വെച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ചീഞ്ചട്ടിയിലും പാനിലും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇത് നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുക. ഏകദേശം 1 കപ്പോളം നല്ലെണ്ണ 1 കിലോന് വേണം നമുക്ക്. അപ്പോൾ ഇതിലുണ്ടാക്കുന്ന സമയത്ത് ഇത് തെറിച്ച് പുറത്തേക്ക് വരും. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലും മുഖത്തേക്കും മേത്തേക്കും ഒക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുകൂടാതെ ഗ്യാസ് അടുപ്പിൻ്റെ പരിസരത്തും ഗ്യാസ് അടുപ്പിലും ഒക്കെ തെറിച്ച് അതൊക്കെ പിന്നെ നമുക്ക് തുടയ്ക്കാനും ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനേക്കാളും എളുപ്പം ഈ കുക്കറല്ലേ. ചൂടാകുമ്പോൾ 1 സ്പൂണ് കടുകിട്ട് പൊട്ടിച്ച് ഒരു 5-6 വറ്റൽമുളകും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 1 പിടി കറിവേപ്പിലയും 1/4 കപ്പോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ബ്രൗൺ ആവണ വരെ വറുക്കാൻ പാടില്ല കേട്ടോ. അത് വെള്ളയായിട്ട് തന്നെ ഇരിക്കണം. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഈ അരച്ച് വെച്ച തക്കാളിയുടെ ജ്യൂസ് അതിനകത്തേക്ക് ഒഴിക്കുക. പിന്നെ ഇതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഞാൻ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് തിളയ്ക്കുന്ന സമയത്ത് മുഖമൊന്നും അതിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകരുത് കേട്ടോ, നോക്കാൻ വേണ്ടിയിട്ട്. ഇത് തിളച്ച് നല്ലോണം തെറിച്ച് വരും മുകളിലേക്ക്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം ഉണ്ടാക്കുമ്പോൾ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ആവശ്യമുള്ളൂ. എങ്കിലും സമയം ഒരുപാട് എടുക്കും കേട്ടോ. കാരണം ഇത് ചെറിയ തീയിലും മീഡിയത്തിലും വെച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഹൈ ഫ്ലെയിം ആയാൽ ഇതുപോലെ തെറിച്ച് മുകളിലേക്ക് വരും. ഇനി ഇതിലൊരു 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഒന്ന് 1 ടീസ്പൂൺ ഉലുവ റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അത് ഞാൻ ഇടികല്ലിലാണ് പൊടിച്ചെടുത്തത്. കാരണം 1 സ്പൂണൊക്കെ അല്ലാതെ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കാൻ പറ്റില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും എനിക്ക് ആവശ്യമാണ്. ഈ തക്കാളിയുടെ വെള്ളമൊക്കെ തിളച്ച് അവസാനം എണ്ണ തെളിഞ്ഞ് തുടങ്ങും. നല്ലപോലെ എണ്ണ തെളിയുമ്പോഴേക്കും ഇത് വറ്റിയിട്ടുണ്ടാവും. എണ്ണ തെളിയുന്ന സമയത്താണ് നമ്മൾ ഈ ഉലുവപ്പൊടിയും
കായപ്പൊടി ചേർത്തത് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ഉണ്ടാക്കി നോക്കാത്ത ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ റെസിപ്പി സൂപ്പർ റെസിപ്പിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇതാ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തു. ഇനി നമുക്കത് ഓഫ് ചെയ്ത് നല്ലപോലെ തണുക്കുമ്പോൾ ബോട്ടിലാക്കാം. എനിക്ക് 2 ചെറിയ ബോട്ടിലാണ് കിട്ടിയത്, ഇത്രയും 1 കിലോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.